ഇവൻ ആരാ? ബിലാൽ ജോൺ കുരിശിൽ. അവനെങ്ങനെ കുഴപ്പക്കാരനാ? കുഴപ്പക്കാരനാണോന്ന് ചോദിച്ചാ നമുക്ക് പണിയാ. ഈ ടീം ഏതാ? അതാ പുതിയ പിള്ളേരാ, അറുക പാർട്ടികളാ. മുരുക പാർട്ടി കിടുക. എന്തേ ആചാരപടിക്കതാ ബെസ്റ്റ്. ഇവന്റെ വാപ്പായ ദുബായിലായിരുന്നു, ഒന്ന് കാണാമെന്നതാ. പണിയും കഴിഞ്ഞ് അടുത്ത വിമാനത്തിൽ പാപ്പാക്ക് ദുബായിക്ക് പോകാൻ. കോളനിന്നല്ല, അവന്റെ ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നിന്നാണെങ്കിലും പൊക്കിയിരിക്കും. നീയൊക്കെ അരട്ട ഹൗസ് ഇട്ടുണ്ട് അജന്തയിൽ ആദിഭാവം കണ്ടുകൊണ്ട് നടക്കുന്ന ടൈമിൽ നമ്മൾ ഈ സീം ഇട്ടതാ. നിന്റെയൊക്കെ ഇക്കാനോടൊക്കെ ചോദിച്ചാൽ അറിയാം. സാറേ ജോർജായ മരിപ്പിനുള്ള വടയും ചായ ഞാൻ തരുന്നുണ്ട്. ഇപ്പോഴല്ല, പിന്നെ കൊച്ചി പഴയ കൊച്ചിയില്ലെന്നറിയാം, പക്ഷേ ബിലാല് പഴയ ബിലാല് തന്നെ. പിള്ളേര് കാണിച്ചു ഓറായിപ്പോയി. ഇപ്പൊ അത് പറഞ്ഞിട്ട് കാര്യമില്ല, അങ്ങ് മറന്നേ. ഇപ്പോഴത്തെ പിള്ളേർ കൊള്ളാം. എന്താ കളി? ഭയങ്കര രസമുണ്ടായിരുന്നു. എങ്ങനെ വിവേകേട്ടൻ പറഞ്ഞത് വളരെ ശരിയാണ്. ഉറങ്ങി ഇവിടെ വന്ന് നിന്നിട്ട് ആ എനർജി ഫുൾ ഇങ്ങനെ പെർഫോമൻസിലേക്ക് ഇടാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് സച്ചു. ഒരു ഫാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സംസാരത്തിലല്ല, ചെയ്താണ് കാണിച്ചു. എന്തോ നന്നായിട്ട് ചെയ്തോ? നന്നായിട്ട്, നല്ല കോൺഫിഡന്റ് ആയിരുന്നു. നന്നായിട്ട് ഞാൻ ഇത്തവണ കഴിഞ്ഞ പെർഫോമൻസിനെക്കാൾ അടിപൊളിയായിട്ട് ചെയ്തെന്ന് തോന്നുന്നുണ്ടോ? തോന്നണില്ലെങ്കിൽ പറഞ്ഞോ, ചേച്ചി ഒന്ന് ചെയ്ത് കാണിച്ചു തരും. അത് വേണ്ട, കുഴപ്പമില്ല. നമുക്ക് ചേട്ടനോടും ചേച്ചിമാരോടും അഭിപ്രായം ചോദിക്കാം. സൗഭാഗ്യ, എനിക്ക് എന്താ പറയണെന്ന് അറിയില്ല. സ്പെൽ ബൗണ്ട് കേട്ടോ, അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. ഇങ്ങനെ ഫസ്റ്റ് സ്റ്റാർട്ടിങ് തുടങ്ങി ഞാൻ റിലാക്സ് ആയിട്ടൊക്കെ ഇരിക്കാൻ വിചാരിച്ചു. ഞാൻ ഇങ്ങനെ ഇരുന്ന് കണ്ടു, ഭയങ്കര രസം തോന്നി. കൊറിയോഗ്രാഫ് ചെയ്ത ആരാണ് ഇത്? കൊറിയോഗ്രാഫ് ചെയ്തിരിക്കുന്നത് നിയാസ് മാസ്റ്റർ ക്വൈറ്റ് ഫേമസ് ആണ് അല്ലേലും. ദ ക്യൂട്ട് സ്മൈൽ ആൻഡ് ചാമിങ് ഡാൻസർ ആണ്.
സോ ഐ തിങ്ക് യു ആർ വെരി ബ്ലെസ്ഡ് മോനെ. ഇങ്ങനെ നല്ലൊരു കൊറിയോഗ്രാഫറിനെ കിട്ടി. കൊറിയോഗ്രാഫർ മോനെ ശരിക്കും ഒരു സ്റ്റാർ ആയിട്ടാണ് ഫുൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതാണല്ലോ ഒരു മാസ്റ്ററിനെ അറിയാവുള്ളൂ, ഒരു സ്റ്റുഡൻറ്റ് എല്ലാ ഒരു ടാലൻറ്റ് പുറത്ത് വരുന്നത് പോലെ കൊറിയോഗ്രാഫി ചെയ്യാൻ. അത് ഇതിൽ സ്റ്റേജിൽ കാണാൻ പറ്റി. ആൻഡ് ഡാൻസേഴ്സ് മാസ്റ്ററിനെ കൂടെ സ്റ്റേജിൽ വിളിക്കാം. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. മാസ്റ്റർ ആണ് അവിടെ ഇരുന്ന് സച്ചിനുള്ള ഫുൾ സപ്പോർട്ട്. അവിടെ ഇരുന്ന് എല്ലാ ഓരോ ഈവൻ വൺ സ്റ്റെപ്പിലും അത്രയും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു സച്ചിനെ. ഇത് ശരിക്കും ഇതിൻ്റെ ക്രെഡിറ്റ് എന്ന് പറയുന്നത് ഫഹദിനാണ്. ഫഹദാണ് ഇത് കൊറിയോഗ്രാഫർ. ഫഹദാണ് കൊറിയോഗ്രാഫർ. ഫഹദിന് എത്ര വയസ്സുണ്ട്? 12. ഐ തിങ്ക് യു ഷുഡ് ഗെറ്റ് അപ്പ് ആൻഡ് ക്ലാപ്പ്. ശരിക്കും ഇത്ര ചെറുപ്പത്തിൽ ഇത്ര കിടലായിട്ട് കോറിയോഗ്രാഫി ചെയ്യാൻ പറ്റുമെങ്കിൽ ഐ എം ഷുവർ ഫ്യൂച്ചറിൽ ഏറ്റവും ബെസ്റ്റ് കോറിയോഗ്രാഫർ ആവാൻ സാധിക്കും. അതുപോലെ നിയാസ് മാസ്റ്റർ ഞാൻ ഒരു കാര്യം എടുത്തു പറയട്ടെ. നമ്മളുടെ ഇപ്പോൾ ഒരു കണ്ടുവരുന്ന ഒരു കേഴ്സ് തന്നെ പറയാം. ഒരു സാറിനെക്കാട്ടിലും ടോപ്പിലാവുന്നെന്ന് കാണുമ്പോൾ വലിച്ചു താഴെ ഇടുന്ന ഒരു ഇത് കുറേ ഇടത്തെങ്കിലും കാണുന്നുണ്ട്. ബട്ട് ഐ തിങ്ക് യു ആർ എൻ എക്സെപ്ഷൻ. സാറിനെക്കാട്ടിലും ബ്രില്യൻ്റ് ആയിട്ട് സ്റ്റുഡൻസ് വരണമെന്ന് ജെന്യൂൻ ആയിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് ഇതിന്ന് മനസ്സിലായി. തീർച്ചയായിട്ടും ഞാൻ അതിനാണ് ആഗ്രഹിക്കുന്നത്. ഒരിക്കലും നമ്മുടെ സ്റ്റുഡൻസ് നമ്മളെക്കാൾ ഉയരത്തിലെത്തുമ്പോൾ തീർച്ചയായിട്ടും പഠിപ്പിക്കാൻ നമുക്ക് സന്തോഷം ഉണ്ടാകും. നമുക്ക് കിട്ടാത്ത പലതും അവർക്ക് കിട്ടണം. വെരി ഗുഡ്. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മാസ്റ്റർ യു ഷുഡ് ബി റിയലി പ്രൗഡ്. ഇങ്ങനെ ഒരു ഫഹദിനെയും സച്ചുവിനെയും ബാക്കി 3 പേര് ഇതേപോലെ ബ്രില്യൻ സ്റ്റുഡൻസിനെ കിട്ടിയതിന് യു ഷുഡ് ബി വെരി പ്രൗഡ്. ബ്രില്യൻ്റ് ആണ് അവർ. വരും പെർഫോമൻസിൽ അവരും അവരുടെ അതെ, നമ്മളും ഈഗർലി വെയിറ്റിംഗ് ആണ് നിങ്ങളുടെയും കൂടെ സ്പെഷ്യാലിറ്റി അറിയാൻ വേണ്ടിയിട്ട്. ഇറ്റ് വാസ് ബ്രില്യൻറ്റ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മറ്റേ ആ കാലെല്ലാം കിടന്ന് ഇങ്ങനെ റൗണ്ട് അടിച്ചത്. മോളിൽ പൊക്കി എടുത്തു വെച്ചപ്പോഴത്തേക്കും മമ്മൂക്കയുടെ ഇതുണ്ടല്ലോ മറ്റേ ഇവന്റെ വാപ്പായ ദുബായിലായിരുന്നു, ഒന്ന് കാണാമെന്ന്. ആ സമയത്ത് മറ്റേ സച്ചുവിന്റെ മുഖത്തുള്ള എക്സ്പ്രഷൻസ് ഒക്കെ നല്ല രസമുണ്ടായിരുന്നു. ഇപ്പൊ മോൻ വന്നപ്പോ പറഞ്ഞു മമ്മൂക്കയുടെ സ്റ്റൈൽ ആൻഡ് ഗ്ലാമർ ഒക്കെ വരുന്ന പോലെയാണ്. സ്റ്റെപ്സിൽ അത് ഉണ്ടായിരുന്നു കേട്ടോ. ആ ഒരു സ്റ്റൈലിഷ് ആയിട്ടായിരുന്നു ഫുൾ കൊറിയോഗ്രാഫി. സ്റ്റെപ്സ് ഒക്കെ എടുക്കുന്നതൊക്കെ ഭയങ്കര സ്റ്റൈലിഷ് ആയിരുന്നു. ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. അത് കാണുമ്പോൾ തന്നെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. മമ്മൂക്ക എന്ന് പറയുമ്പോൾ ഒരു ഗ്ലാമർ അല്ലേ, ആ ഒരു ഗ്ലാമർ എന്തായാലും ആ സ്റ്റേജിൽ പെർഫോമൻസിൽ ഉണ്ടായിരുന്നു. ഇതിന്റെ ഐഡിയാസും ഫഹദ് തന്നെയാണ് പറഞ്ഞത്. സ്കൽ ക്യാപ്പ് ആണല്ലേ? അതെ അതെ, ടൈമിങ്ങില് ആ സ്റ്റണ്ട് സീനൊക്കെ സൂപ്പർബായിരുന്നു. ടൈമിങ്ങില് കോർഡിനേഷൻ എല്ലാം നന്നായിരുന്നു കേട്ടോ, ഒന്നും പറയാനില്ല. അതുപോലെ തന്നെ നമ്മുടെ സഞ്ജയും അതുപോലെ തന്നെയാണ് കേട്ടോ. ക്ലാസ്സിൽ ഇതുപോലെയാണോ? അധികം സംസാരിക്കില്ല, ഭയങ്കര സൈലന്റ് ആണോ അതോ ഇങ്ങനെ തന്നെയാണ്? നോട്ടി ബോയ് ആണോ? നാച്ചുറൽ ആയിട്ടുള്ള സംഭവം തന്നെയാണ്. ഇങ്ങനെ തന്നെ പെർഫോമൻസ് നിൽക്കുമ്പോൾ വേറെ എനർജിയാണ്. ആ ഒരു വിശ്വാസം ഉള്ളതുകൊണ്ടാണ്. വേറെ ലെവലാണ് ഒരു ബോൺ ടാലന്റ് ആണ്. അപ്പൊ അത് Niyaz Master, we are very happy to have you on the stage.